ഫ്രണ്ട്സ്, K2ന്റെ സെം 2ൽ സ്ഥിരമായി നമുക്ക് ചോദിക്കുന്ന 7 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കാണാം, സ്ഥിരമായിട്ട് അതിനകത്ത് കാണുന്ന ടൈപ്പുകൾ തന്നെയാണ്. ഇതുവരെയും റെപ്പറ്റീഷൻസ് അതേ മോഡലിൽ തന്നെയാണ് വരുന്നത്. എല്ലാ മോഡ്യൂളും, അതായത് 1 to 5 മോഡ്യൂൾസിലെ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ടോട്ടലി എല്ലാ മോഡ്യൂളുകളും കവർ ചെയ്താണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. ഇത് ഫസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. മോഡ്യൂൾ ബേസ് ചെയ്ത് നമുക്ക് 7 മാർക്സിൽ ചോദിച്ചു വരുന്നത് നോക്കി പോവാം. Find the directional derivative of f of x by z equal to x square by minus 5z2 plus z at the point 1 minus 2 0 in the direction of the vector a vector. ഈ directional derivative ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ഒരു 4 ഇയർ അല്ലെങ്കിൽ 5 ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ആ ടോപ്പിക് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഫോർമുല നമുക്കറിയാം. d of a vector f is equal to del f dot a by mod a, അതായത് a vector by mod a. del f നമുക്ക് എന്താണെന്ന് അറിയാം, എന്തുവാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം del f കണ്ടിട്ട് വേണം നമുക്ക് എന്തുവാണ് a vector by mod a. നമ്മുടെ ക്വസ്റ്റ്യനില് ആദ്യത്തെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതാം. ഫംഗ്ഷൻ x y z ആണ്. f of x y z എന്ന് പറയുന്നതാണ് എന്തെന്ന് x സ്ക്വയർ y മൈനസ് y z പ്ലസ് z. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഡെൽ എഫ് ആണ് നമുക്ക് ഫസ്റ്റ് കാണേണ്ടത്. ഡെൽ എഫിന്റെ ഫോർമുല i വെക്ടർ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് j വെക്ടർ ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് k വെക്ടർ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ z ആണ്. ഓക്കെ, ഐ വെക്ടർ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷന് ആദ്യം എക്സിന് ഡെറിവേറ്റീവ് എടുക്കാം. എക്സിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയറിന്റെ എന്തുവാണ് 2x y അതുപോലെ എഴുതാം. 2x y. ഇനിയുണ്ടല്ലോ ഇവിടെ എക്സിന്റെ ടേംസ് ഇല്ല, അപ്പൊ 0. ഇവിടെയും എക്സിന്റെ ടേംസ് ഇല്ല, അപ്പൊ ഈ ഒരു ടേം മാത്രമേ വരുള്ളൂ. ഇനി അടുത്ത് ജെ വെക്ടറിനെ ഡോ എഫ് ബൈ ഡോ വൈയിലാണ് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോ ഇവിടെ വൈയിൽ ചെയ്യുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് 1, ബാക്കി എന്ത് വരുള്ളൂ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ വൈയിൽ ചെയ്യുമ്പോൾ വൈയുടെ എന്തുവാണ് 1 മൈനസ് എന്ത് വരുള്ളൂ z 2 ആണ് വരുന്നത്. നെക്സ്റ്റ് ഇനി k വെക്ടർ എടുത്തപ്പോൾ ഡോ എഫ് ബൈ ഡോ ഇസഡിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമിൽ ഇസഡിന്റെ ടേം ഇല്ല, സെക്കൻഡിലുണ്ട് മൈനസ് എന്തുവാണ് y അവിടെ കോൺസ്റ്റന്റ്, ഇസഡ് ക്യൂബിന്റെ എന്തുവാണ് 3z സ്ക്വയർ ആണ്. 3y z സ്ക്വയർ. നെക്സ്റ്റ് ഇസഡ് എന്തുവാണ് 1 ആണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്തുവാണ് പോയിന്റ് തന്നിട്ടുണ്ട്. ഡെൽ എഫ് അച്ഛൻ പോയിന്റ് തന്നിട്ടുണ്ട് 1 മൈനസ് 2 0. അപ്പൊ നമ്മൾ ആ പോയിന്റ് ഇവിടെ തന്നെ അപ്ലൈ ചെയ്യാം. ഡെൽ എഫ് 1 മൈനസ് 2 0. ഇതിന്റെ മീനിങ് ഡെൽ എഫിൽ എവിടെ എക്സ് വരുന്നു അവിടെ 1, y വരുന്നു മൈനസ് 2, z വരുന്നിടത്ത് 0. ഐ വെക്ടർ 2 എക്സ് വരുന്നിടത്ത് 1, y വരുന്നിടത്ത് മൈനസ് 2 പ്ലസ് ജെ വെക്ടർ ഇൻറ്റു എക്സ് വരുന്നിടത്ത് എന്തുവാണ് 1ന്റെ സ്ക്വയർ, z വരുന്നിടത്ത് 0 പ്ലസ് കെ വെക്ടർ ഇൻറ്റു മൈനസ് 3y ഇൻറ്റു വൈയുടെ പ്ലേസിന് മൈനസ് 2 കൊടുക്കാം നമുക്ക്. z സ്ക്വയർ എന്ന് പറയുന്നത് എന്തുവാണ് 0 ആണ്, അപ്പൊ ആ ടേം ഫുള്ള് 0 ആയി മാറും. ലാസ്റ്റ് പ്ലസ് 1. ബാക്കി വരുന്നത് 2 ഇൻറ്റു 2, 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4 ഐ വെക്ടർ പ്ലസ് ജെ വെക്ടർ മാത്രമേ ഉള്ളൂ. ഇവിടെ 0 പ്ലസ് എന്തുവാണ് കെ വെക്ടർ. നമുക്ക് കിട്ടിയത് എന്തുവാണ് ഡെൽ എഫ് അറ്റ് എ പോയിന്റ് 1 മൈനസ് 2 0. ഈ വാല്യൂവാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ആണ്. പിന്നെ ഇനി അടുത്ത് എന്തുവാണ് വേണ്ടത്, അടുത്ത് നമുക്ക് വേണ്ടത് എ വെക്ടർ ആണ്. എ വെക്ടർ ക്വസ്റ്റ്യനിലെ തന്നിട്ടുണ്ട് എന്തുവാണ് 2i ക്യാപ് പ്ലസ് j ക്യാപ് മൈനസ് 2k ക്യാപ്. അതിന്റെ മോഡുലസ് എങ്ങനെയാണ് എടുക്കുന്നത്? മോഡുലസ് എടുക്കാൻ ഐയുടെ കോഫിഷ്യന്റിന്റെ സ്ക്വയർ, ഇവിടെ ഐയുടെ കോഫിഷ്യന്റ് 2 അതിന്റെ സ്ക്വയർ, ജെയുടെ കോഫിഷ്യന്റ് 1 അതിന്റെ സ്ക്വയർ, കെയുടെ കോഫിഷ്യന്റ് മൈനസ് 2 അതിന്റെ സ്ക്വയർ. ഓക്കെ, 2ന്റെ സ്ക്വയർ 4 പ്ലസ് 1 പ്ലസ് 4 എന്ത് വരും
9 എന്ന് പറഞ്ഞാൽ എന്താണ് 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡെൽ എഫ് ഡോട്ട് എ ആണ്, എ വെക്ടർ ബൈ മോഡ് എ ആണ്. ഡെൽ ഡോട്ട് എഫ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ് ഡെൽ എഫ് ഡോട്ട് എ വെക്ടർ ബൈ മോഡ് എ. ഡെൽ എഫ് മൈനസ് 4i വെക്ടർ പ്ലസ് ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ ഡോട്ട് എ വെക്ടർ എന്താണ് 2i ക്യാപ് പ്ലസ് ജെ ക്യാപ് മൈനസ് 2k ക്യാപ്. മോഡ് എ വെക്ടർ എന്ന് പറയുന്നത് 3. അപ്പൊ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ എന്താണ് ഐയുടെയും ജെയുടെയും കെയുടെയും കോഷ്യന്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത്, അതാണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ 1/3 അതൊന്ന് കോമൺ ആയിട്ട് വരും. ഇവിടെ ഐയുടെ കോഷ്യന്റ് നോക്കിയേ -4 പ്ലസ് ജെയുടെ എന്താണ് 1 പ്ലസ് കെയുടെ 1 ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും -8 പ്ലസ് 1 -2 ബൈ 8. -8 പ്ലസ് 1 -7 ആണ് വരുന്നത്. -7 -2 ഇത് -9 ബൈ 2 ക്യാൻസൽ ചെയ്യുമ്പോ -3 എന്ന ആൻസർ. ഇതാണ് നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പോയിന്റ് തന്നിട്ട് ചില ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് പോയിന്റ് തരില്ല, എങ്കിൽ എന്തൊരു പോയിന്റ് ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ വെക്ടർ അതുപോലെ തന്നെ കിടക്കും. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി ഫോർമുല ഇതാണ്. ആദ്യം ഡെൽ എഫ് ആണ് എന്താണ് ഐ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് എന്താണ് ജെ ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് കെ ഡോ എഫ് ബൈ ഡോ എക്സ്. ആ ഫോർമുലയാണ്. അത് കഴിഞ്ഞ് എ വെക്ടർ അറിയാം, മോഡ് എ കാണാൻ അറിയാം, അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നതാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്സ് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആ സെയിം ഫസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതായിരുന്നു ഇന്റഗ്രൽ ഓഫ് സി 3x² പ്ലസ് y² dx plus 2xy dy along the circular arc C given by x equal to cos t, y equal to sin t, limits തന്നിട്ടുണ്ട് 0 less than equal to t less than equal to 5/2 ന് അടയ്ക്കാണ് t. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുവാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനായിരുന്നു. അപ്പൊ ആ സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യനിൽ അതായത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ലൈൻ ഇന്റഗ്രൽ വരുന്നത്. ലൈൻ ഇന്റഗ്രലില് 3 ഫോമില ഉണ്ട്. അതായത് 3 ഫോമിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആക്കണം എന്നുള്ളത്. ഇത് ലൈൻ ഇന്റഗ്രലിലെ സെക്കൻഡ് ഫോം ആണ് കേട്ടോ. ഇന്റഗ്രൽ സി എഫ് ഓഫ് എക്സ് വൈ dx dy dz. ഇവിടെ ക്വസ്റ്റ്യന് dz ഇല്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കണ്ടു dx dy ആണെങ്കിൽ ഇന്റഗ്രൽ സി എഫ് ഓഫ് ടി ഡി, അതായത് എക്സ് വൈ എല്ലാം മാറ്റിയിട്ട് എല്ലാം ഈ ടേംസ് ഓഫ് എന്തിലാക്കണം ടിയിലാക്കണം. അവിടെ എക്സ് വൈ ഒക്കെ തന്നിട്ടുണ്ട്. എക്സ് എന്തുകൊണ്ട് തന്നിരിക്കുന്നത് കോസ്റ്റ്, വൈ സൈൻ. നമുക്കിവിടെ ഡി എക്സ് ക്വസ്റ്റ്യനിൽ വേണമായിട്ട് കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി, സൈനിന്റെ കോസ് ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കാം. ഇന്റഗ്രൽ ഓവർ സി 3x² പ്ലസ് y² dx. ഇനി എക്സ് വൈ dx dy ഒന്നുമില്ല, എല്ലാം ഇൻ ടേംസ് ഓഫ് എന്തിലാക്കണം ടിയിലാക്കണം. ഇന്റഗ്രൽ സി 3 x² പ്ലേസിൽ എക്സ് എന്തോ കോസ് ടി, അപ്പൊ എന്തുവാണ് cos² ടി. y² എന്ന് പറയുമ്പോൾ എന്തുവാണ് sin². ഇത് dx dy ആണ്. sin² into dx. 3x², x² പ്ലേസിൽ കൊടുത്തു, y² പ്ലേസിൽ കൊടുത്തു, dx എന്തുവാണ് മൈനസ് സൈൻ ടി പ്ലസ് 2 into എക്സിന്റെ പ്ലേസ് കോസ് ടി, 2 കോസ് ടി, y എന്തുവാണ് സൈൻ ടി, dy എന്തുവാണ് ഒരു കോസ് ടി. ഓക്കെ, ഇന്റഗ്രൽ ഓവർ സി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -3 sin t cos² t. ഇനി ടിയിലാക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാം എന്തുവാണ് കോമൺലി ഡി ടി ആയിരിക്കും വരുന്നത്. എല്ലാത്തിന്റെ കൂടെ എന്തുവാണ് ഡി ടി ആയിരിക്കും വരുന്നത്. അപ്പൊ -3 cos² t എന്തുവാണ് -3 cos² t sin t. ഓക്കെ, നെക്സ്റ്റ് ഇത് ചെയ്യുന്നു. അടുത്ത ടേമാണ് sin² ടിയും മൈനസ് സൈൻ ടി എന്ത് വരും മൈനസ് സൈൻ 2t വരും.
നെക്സ്റ്റ് 2 രണ്ട് കോസ് ഉണ്ട്, അപ്പൊ കോസ് സ്ക്വയർ ടി സൈൻ ടി. നമുക്ക് ഇതിന് എന്തെങ്കിലും കോമൺ എടുക്കാൻ ഉണ്ടോ എന്ന് നോക്കാം. ഒരു സൈൻ ടി കോമൺ എടുക്കാനുണ്ട്, എല്ലാത്തിനും ഒരു സൈൻ ടി ഉണ്ട്. സൈൻ ടി കോമൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് -3 കോസ് സ്ക്വയർ -3 കോസ് സ്ക്വയർ ടി. ഇവിടെ ഒരു സൈൻ ടി കോമൺ എടുക്കാം, മൈനസ് സൈൻ സ്ക്വയർ ടി വരും. ഒരു ടി സൈൻ ടി ആണ് എടുക്കുന്നത്. ഇവിടെ ഒരു സൈൻ ടി പുറത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ 2 കോസ് സ്ക്വയർ സൈൻ ടി മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി സൈൻ ടി കോമൺ ആണ്. ബാക്കി വരുന്ന എന്തുവാണ്? മൈനസ് നമ്മൾ പുറത്തെടുക്കും, 3 കോസ് സ്ക്വയർ ടി. മൈനസ് പോയി കഴിഞ്ഞാൽ പ്ലസ് സൈൻ സ്ക്വയർ ടി -2 കോസ് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ സെയിം ടേം 3 കോസ് സ്ക്വയർ ടി -2 കോസ് സ്ക്വയർ ടി. 3 - 2 എന്തുവാണ്? 1 കോസ് സ്ക്വയർ ടി എന്ന് എഴുതാം. ഇന്റഗ്രൽ സി സൈൻ ടി അതുപോലെ എടുക്കുക. ബാക്കി വരുന്ന 3 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തുവാണ്? 1 കോസ് സ്ക്വയർ ടി പ്ലസ് ബാക്കി സൈൻ സ്ക്വയർ ടി. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ആയാലും ഏതായാലും എന്തുവാണ്? എല്ലാത്തിന്റെ കൂടെ ഒരു ഡി ടി ഉണ്ട്, നമ്മൾ എടുത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഓക്കെ, കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി 1 ആണ്. ബാക്കി എന്ത് വരും? ഇന്റഗ്രൽ സി സൈൻ ടി ഡി ടി. ഇനി വേണം നമ്മൾ ലിമിറ്റ് നോക്കേണ്ടത്. ലിമിറ്റ് ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്തുവാണ്? 0 to π/2 ആണ്. ഇപ്പൊ ഇൻ ടേംസ് ഓഫ് എന്തുവാണ്? ടിയിലായി. അങ്ങനെയാണ് നമ്മുടെ ഫോർമുല കേട്ടോ. എഫ് ഓഫ് ടി ഡി ടി ആ ഫോർമുല ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് 0 to π/3 സൈൻ ടി ഡി ടി. സൈനിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് ടി ആണ്. മൈനസ് സൈനിന്റെ മൈനസ് കോസ് ടി 0 to π/, മൈനസ് പ്ലസ് എന്താണ്? കോസ് ടി 0 to π/. അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ കോസ് π/2 മൈനസ് കോസ് 0. കോസ് 0 1, കോസ് π/2 എന്തുവാണ്? 0. -1 ആൻസർ. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മോഡ്യൂൾ 2 പറഞ്ഞാണ്. മോഡ്യൂൾ 2 3 തിയറം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സ്റ്റോക്സ് തിയറം, ഗോസ് ഡൈവർജൻസ്, ഗ്രീൻസ്. 3 തിയറം ഇമ്പോർട്ടന്റ് ആണ്. അത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റോക്സ് തിയറത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി f dot dr there f is equal to x minus 2 by I vector plus y minus zj plus z minus x k vector and c is the circle അവർ പറയുന്നത് x square plus y square equal to a square. in ഏത് plane ആണ്? xy plane with counter clockwise orientation looking down the positive z axis. നമ്മൾ സ്റ്റോക്സ് തിയറം ആദ്യം സ്റ്റോക്സ് തിയറം എന്താണെന്ന് ഇന്റഗ്രൽ ഓവർ സി f dot dr vector is equal to double integral del cross f dot n dx. n cap dx ആണ്. ഈ n cap കാണുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്താണെന്ന് ആന്റി ക്ലോക്ക് വൈസ് എന്താണെന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ക്ലോക്ക് വൈസ് അല്ല ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് എന്നാണ് മീൻസ്. കൗണ്ടർ ക്ലോക്ക് വൈസ് n cap is equal to n cap ആണ് എന്താണ്? മൈനസ് ഡോ z ബൈ ഡോ x I വെക്ടർ മൈനസ് ഡോ z ബൈ ഡോ ബൈ j വെക്ടർ പ്ലസ് k വെക്ടർ. ഇതാണ് n cap കാണാനുള്ള ഫോർമുല. അപ്പൊ നമുക്കിതിൽ ആദ്യം വേണ്ടത് എന്താണ്? ഡെൽ ക്രോസ് f വെക്ടർ ആണ് വേണ്ടത്. ഈ ക്രോസ് കാണപ്പോ ആദ്യം I J K ആണ്. നെക്സ്റ്റ് റോ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ ബൈ ഡോ ബൈ ഡോ z. തേർഡ് വൺ ഐഡിയൽ കോഷ്യന്റ് എക്സ് മൈനസ് 2y, അടുത്ത് y മൈനസ് z, ജെയുടെ അടുത്ത് k z മൈനസ് x. കാണുന്ന നോക്കാം. ഐ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ടേംസ്, അതായത് ഈ ടേംസിൽ എക്സിന്റെ ടേംസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് വയ്ക്കേണ്ടത്? 0 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഈ ടേംസ്. അപ്പൊ ഇവിടെ എക്സ് എന്ന് വയ്ക്കുക 0, മൈനസ് 2y, y ചെയ്ത് വയ്ക്കുക മൈനസ് 2. അപ്പൊ എന്താണ്? പ്ലസ് 2.
പച്ചത്തത് കഴിയും. നെക്സ്റ്റ് എന്ത് സൈൻ ആയിരിക്കും? മൈനസ് ജെ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ എന്തുവാണ് അത് വരുന്ന പോലും കുളവും വരില്ല. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇസഡ് മൈനസ് എക്സ്. എക്സിന് ചെയ്ത് നോക്കിയേ മൈനസ് 1 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഈ ടേംസ്. ഇസഡിന്റെ ടേംസ് ഇല്ല 0. നെക്സ്റ്റ് കെ വെക്ടർ ഇസ് ഈക്വൽ ടു കെ വെച്ച് കഴിഞ്ഞാൽ 0 ലാസ്റ്റ് കുളം ഇല്ല. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ടേംസ് അപ്പൊ എക്സിന്റെ ടേം ഇല്ല 0. ഡോ ബൈ ഡോ വൈ ഓഫ് ഈ ടേംസ് മൈനസ് 2. അപ്പൊ എന്തുവാ മൈനസ് മൈനസ് പ്ലസ് എന്ത് വരും 2 ഐ വെക്ടർ മൈനസ് മൈനസ് പ്ലസ് 1 ജെ വെക്ടർ പ്ലസ് 2 കെ. ഇതാണ് നമ്മുടെ ഡെൽ ക്രോസ് എഫ് കിട്ടുന്നത്. നമുക്ക് ഡെൽ ക്രോസ് എഫ് പോകാൻ എൻ ക്യാപ്പ് കാണാം. എൻ ക്യാപ്പ് കാണാൻ ഇത് കൗണ്ടർ ക്ലോസ് ഫേസ് ആണ്. കൗണ്ടർ ക്ലോസ് ഫേസ് എന്ന് പറയുമ്പോൾ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഐ വെക്ടർ മൈനസ് ഡോ ഇസഡ് ബൈ എന്തുവാണ് ഡോ വൈ ജെ വെക്ടർ പ്ലസ് എന്തുവാണ് കെ വെക്ടർ. ഈ ഫോമുലാണ് വരുന്നത്. ഈ തരുന്ന സർഫസിനെ വേണം നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ഇസഡ് ആയിട്ട് എടുക്കേണ്ടത്. ഇസഡ് ഇവിടെ എന്തുവാണ്? അപ്പം ഇസഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എന്ന് വരും എ സ്ക്വയർ എന്ന് വരും. ഇതിനെ എക്സിന് ചെയ്യും. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ എന്തുവാണ് 2x. ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്യുമ്പോഴോ 2y. അപ്പൊ എൻ ക്യാപിന് കൊടുക്കുക. എൻ ക്യാപ് മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് മൈനസ് 2x ഐ വെക്ടർ മൈനസ് ഡോ വൈ ചെയ്യുമ്പോൾ 2 ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ. ഇതാണ് എൻ ക്യാപ്. ഇനി നമുക്ക് ഡയറക്റ്റ് ഈ ഫോർമുലയിലാണ് കൊടുക്കാം. കൊടുത്തപ്പോ എന്തുവാണ് വരുന്നത്? ഡബിൾ ഇന്റഗ്രൽ എസ് ഡെൽ ക്രോസ് എഫ് എന്ന് കിട്ടി 2i വെക്ടർ പ്ലസ് ജെ വെക്ടർ പ്ലസ് 2k വെക്ടർ ഡോട്ട് ഇതെന്താ മൈനസ് 2x ഐ വെക്ടർ മൈനസ് 2y ജെ വെക്ടർ പ്ലസ് കെ വെക്ടർ ഇൻറ്റു ds. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് ആണ് 2 ഇൻറ്റു മൈനസ് 2. ഡോട്ട് പ്രോഡക്റ്റ് ആണ് വരുന്നത്. എനിക്ക് അപ്പൊ 2 ഇൻറ്റു മൈനസ് 2 എന്താണ് മൈനസ് എക്സ് ഇൻറ്റു വരുന്നത് മൈനസ് 4x ആണ് വരുന്നത്. മൈനസ് 4x ഐ വരില്ല. ജെയുടെ കോഷൻ എന്താണ് മൈനസ് 2y കെയുടേത് പ്ലസ് ഓക്കെ മൈനസ് 4x മൈനസ് 2y പ്ലസ് 2 ds. ഓക്കെ, എക്സിൽ ബൈനുമാണ് കിട്ടിയത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇത് ഏത് സർഫസ് എന്നാണ് പറയുന്നത്? സർക്കിൾ എന്നാണ് പറയുന്നത്. സർക്കിൾ ആണെങ്കിൽ എക്സ് വരുന്നിടത്ത് എന്താണ് കൊടുക്കേണ്ടത്? ആർ കോസ് തീറ്റ, വൈ വരുന്നിടത്ത് ആർ സൈൻ തീറ്റ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഡി ആർ ഡി തീറ്റയ്ക്ക് പകരം ഡി എസിന് പകരം ആർ ഡി ആർ ഡി തീറ്റ. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എടുക്കാം. ഇന്റഗ്രൽ മൈനസ് 4 എക്സിന്റെ പ്ലേസിൽ 6 എന്തുവാണ് സൈൻ തീറ്റ ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ ആണ്. വൈസിലൊക്കെ 6 ഹൗസ് തീറ്റ എക്സ് 6 സൈൻ തീറ്റ മൈനസ് എന്തുവാണ് 6 ഹൗസ് തീറ്റ പ്ലസ് 2 ഡി എസിന്റെ പ്ലേസില് 6 ഡി ആർ ഡി തീറ്റ. ഇനി ലിമിറ്റ് നമുക്ക് നോക്കാം. സർക്കിൾ ആണെങ്കിൽ ഇവിടെ എ സ്ക്വയർ ആണ് റേഡിയസ് പറയുന്നത്. അപ്പൊ എന്തുവാണ് 0 ടു എ വരെ അല്ലെ. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എന്തുവാണ് 0 ടു എക്സ് അതിലൂടെ വരുന്നത് 6 അല്ലെ. 6ന്റെ ലിമിറ്റ് 0 ടു എ വരെ. പിന്നെ തീറ്റ എന്ത് വരും? ഫുൾ സർക്കിൾ ആണ്. അപ്പൊ 0 ടു 2π ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ മൈനസ് 4r ഇൻറ്റു ആർ മൈനസ് 4r സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ. ഓക്കെ, അല്ലെങ്കിൽ ആർ സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ട് ഡി ആർ ഡി തീറ്റ വയ്ക്കല് 2r ഇൻറ്റു ആർ 2r സ്ക്വയർ കോസ് തീറ്റ പ്ലസ് 2r ഡി ആർ ഡി തീറ്റ. ആറിന് ശേഷം ആദ്യം 6 0 ടു എ തീറ്റ ആണെങ്കിൽ 0 ടു
ഈ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ആദ്യത്തെ ഇന്റഗ്രേഷൻ വരുന്നു വിത്ത് റെസ്പെക്ട് ടു ആറിലാണ്. അപ്പൊ തീറ്റയുടെ ടേംസ് കോൺസ്റ്റന്റ് ആണ്. -4 സൈൻ തീറ്റയും കോൺസ്റ്റന്റ് ആയിരിക്കും. r³/3. ഓക്കെ, ലിമിറ്റ് എങ്ങനെ വരും? 0 to a. അടുത്ത ടേംസ് എന്ന് പറയുന്നത് 2 cos θ കോമൺ ആണ്, r³/3. അതും ലിമിറ്റ് എന്താണ്? 0 to a. നെക്സ്റ്റ് 2r എന്നത് 2r³/3. അത് 0 to a ആണ്. ലാസ്റ്റ് ഫൈനലി ഒരു ഡിഫീറ്റ് മാത്രം. എല്ലാത്തിലും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. 0 to 2π. അതിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുക -4 sin θ ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ a³/3 -0. അപ്പൊ എത്ര വരും? മൈനസ് ഇതിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുക 2 cos θ എന്തുവാണ്? a³/3 -0 വരില്ല. അടുത്ത പ്ലസ് 2 a³ ലോവർ ലിമിറ്റ് കൊടുത്ത 0. ഓക്കെ, ഇൻറ്റു dθ. എല്ലാത്തിനും ഒരു /3 ഉണ്ട്. ആ 3 ആണ് കോമൺ ആയിട്ട് പുറത്തത്. 2/3 ഇൻറ്റു 0 to 2π മൈനസ് a³ കോമൺ ഉണ്ടല്ലോ. അപ്പൊ a³ പുറത്തെടുക്കും. a³ -4 sin θ -2 cos θ +2 dθ. ഇനി വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് ചെയ്യുന്നത്. a³/3 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -4 sin θയുടെ ഇന്റഗ്രേഷൻ എന്തുവാണ്? -cos θ -2 ഇൻറ്റു cos θ എന്തുവാണ്? sin θ പ്ലസ് എന്തുവാണ്? 2 ഇൻറ്റു എന്തും കൂടി വരും 6 പോയി 6 തീറ്റയും കൂടി വരും. ലിമിറ്റ് 0 കൊടുക്കുക. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. ഇവിടെ മൈനസും കൂടി പ്ലസ് ആവും. a³/3 4 അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ cos 2π -2 sin 2π പ്ലസ് 2π. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 ആണ്. എന്തുവാണ് വരുന്നത്? 4 cos 0 -2 sin 0 പ്ലസ് 0. a³/3 cos 2π എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ -4 sin ഓഫ് എന്ത് π ആയാലും 0 പ്ലസ് 2π മൈനസ് cos 0 എന്ന് പറയുന്നത് 1 ആണ്. 4 മൈനസ് sin 0 ബാക്കിയെല്ലാം 0 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. a³/3 -4 എന്ത് വരും? -8 പ്ലസ് 3π. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് മോഡലിൽ എന്നുള്ള വേറൊരു തിയറം ഗ്രീൻസ് തിയറം ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂസ് ഗ്രീൻസ് തിയറം ടു ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ over c xy plus y square dx plus x square dy where c is bounded by y is equal to x and y is equal to x square and positively oriented. നമ്മുടെ ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല ഇന്റഗ്രൽ ഓവർ c p dx plus 2dy is equal to double integral over r dou q by dou x minus dou p by dou y dx dy. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? p dx ഉണ്ടോ പ്ലസ് 2dy ആ ഫോമിലാണ്. ഇവിടെ p എന്താണ്? xy പ്ലസ് y സ്ക്വയർ. 2 എന്ന് പറയുന്നത് x സ്ക്വയർ. dou q by dou x. q നെ വിത്ത് റെസ്പെക്ട് ടു x ല് കാണാം. dou q by dou x. x ല് കാണാം 2x. ഇനി dou p by dou y. y ൽ എടുക്കുമ്പോൾ y ൽ കാണാം x പ്ലസ് 2y. അതിന് ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. dou q by dou x minus dou p by dou y. dou q by dou x 2x minus x ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. -x plus 2y
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2x മൈനസ് എക്സ് മൈനസ് 2y ഇതാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇതിലോട്ട് എടുക്കാം. ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്തുവാണ്? ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ. ഡബിൾ ഇന്റഗ്രൽ ആർ എന്താണ് ഫംഗ്ഷൻ? എക്സ് മൈനസ് 2y എന്തുവാണ്? ഡി എക്സ് ഡി വൈ. ഇവിടെ പറയുന്നത് എന്താണ്? പോസിറ്റീവ്ലി ചാർജ് ഒന്ന് y is equal to x, ഒന്ന് എന്തുവാണ്? y is equal to x സ്ക്വയർ. അപ്പോ y is equal to x സ്ക്വയർ. ഓക്കെ, ഒന്ന് എന്തുവാണ്? സ്ട്രേറ്റ് ലൈൻ. ഇതിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന സ്ട്രേറ്റ് ലൈൻ ആണ് എന്താണ്? y is equal to x എന്ന് വരുന്നത്. ഇതിൽ കൂടി ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്തുവാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഫോം ആയിരിക്കും. അപ്പോ ഇവിടെ ടച്ച് ചെയ്യുന്നത് ഏതാണ്? വൈയുടെ ഇതിൽ തന്നെ കണ്ടുപിടിക്കാം. y x സ്ക്വയറും ഇതെന്തുവാണ്? y is equal to x. അപ്പൊ വൈയുടെ ലിമിറ്റ് എന്തുവാണ്? x to x സ്ക്വയർ. ഇനി ഇത് നമ്മുടെ ഒറിജിൻ ആണ് 0 0. ഇത് മാക്സിമം എന്തുവാണ്? സ്ട്രേറ്റ് ലൈൻ ആണ്. സ്ട്രേറ്റ് ലൈനിൽ എപ്പോഴും എന്തുവാണ്? x plus y is equal to 1 എന്നാണ് സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ. x plus y is equal to 1. എക്സിന് നമ്മള് എന്തുവാണ്? 0 കൊടുക്കുകയാണെങ്കിൽ, ഓപ്ഷൻ 0 കൊടുക്കുകയാണെങ്കിൽ y എന്ത് വരുന്നതെന്ന് നോക്കാം. 1 ആണ്. അപ്പോ എക്സിന് 0 കൊടുക്കുമ്പോ y 1 കൊടുക്കും. അതേപോലെ എക്സിന്റെ ലിമിറ്റ് ആണ് ഇവിടെ വേണ്ടത്. വൈക്ക് 0 കൊടുത്തു നോക്കി എക്സ് എന്ത് വരും? 1. ഇവിടെ വരുന്ന പോർഷൻസ് നമുക്ക് 1 0 എന്ന പോയിന്റ് കൂടിയായിരിക്കും പാസ് ചെയ്ത് പോകുന്നത്. എക്സിന്റെ ലിമിറ്റ് ചെയ്യുന്നത് 0 to 1. y x to x സ്ക്വയർ x 0 to 1. ഇന്റഗ്രേഷൻ കൊടുത്ത് dx x മൈനസ് 2y. എക്സിനുള്ള ലിമിറ്റ് ആണെങ്കിൽ dx അവിടെ എഴുതാൻ പാടില്ല. കോൺസ്റ്റന്റ് ലിമിറ്റ് എപ്പോഴും പുറത്തേ വരാവൂ. കോൺസ്റ്റന്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 1 dy dx എന്ന് എഴുതേണ്ടി വരും. കാരണം എക്സ് എക്സ് സ്ക്വയർ അകത്തെ ലിമിറ്റ് ഇൻ ടേംസ് ഓഫ് എക്സിലാണെങ്കിൽ ഇവിടെ dy യിലെ എഴുതാവൂ, dx ലെ എഴുതാൻ പാടില്ല. ഇതിന് ഇന്റഗ്രേഷൻ എടുത്താൽ 0 to 1 dy യിലാണ്. വൈയിലെടുക്കപ്പോ എക്സ് കോൺസ്റ്റന്റും ഒരു y വരും മൈനസ് 2y സ്ക്വയർ എക്സ് എക്സ് സ്ക്വയർ എന്ന് ലിമിറ്റ്. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. y വരുന്നിടത്ത് എക്സ് സ്ക്വയർ കൊടുക്കാം. എക്സ് സ്ക്വയർ കൊടുക്കുമ്പോൾ അവിടെ എന്തായി മാറും? എക്സ് ക്യൂബ് മൈനസ് 2y സ്ക്വയർ. വൈയുടെ അവിടെ എക്സ് സ്ക്വയർ. അപ്പൊ y സ്ക്വയർ എന്നൊക്കെ പറയുമ്പോ എക്സ് റൈസ് ടു 4 dx. അപ്പർ ലിമിറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പർ ലിമിറ്റ് ഓക്കെ മൈനസ് ലോവർ ലിമിറ്റ് എന്തുവാണ്? എക്സ് ആണ് കൊടുക്കേണ്ടത്. y വരുന്നിടത്ത് എക്സ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ. അപ്പർ ലിമിറ്റ് കൊടുത്ത് ലോവർ ലിമിറ്റ്. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്യാൻസൽ ആവുന്ന നോക്കുക. എക്സ് ക്യൂബ് മൈനസ് 2x റൈസ് ടു 4 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ dx. ഇവിടെ മൈനസ് എക്സ് സ്ക്വയറും പ്ലസ് 2x സ്ക്വയറും നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ബാക്കി വരുന്നത് 0 to 1 എക്സ് ക്യൂബ് മൈനസ് 2x റൈസ് ടു 4 മൈനസ് എക്സ് സ്ക്വയറും പ്ലസ് 2x സ്ക്വയർ എന്താണ്? പ്ലസ് 1x സ്ക്വയർ dx. ഈ എക്സിന് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? ഇന്റഗ്രേഷൻ ചെയ്യാനുള്ളൂ. എക്സ് ക്യൂബ് ഇന്റഗ്രേഷൻ എക്സ് റൈസ് ടു 4/4 ഇത് 2x റൈസ് ടു 5/5. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ ലിമിറ്റ് 0 to 1. അപ്പർ ലിമിറ്റ് മാത്രമേ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. ലോവർ ലിമിറ്റ് എന്തുവാണ്? 0 ആണ്. എക്സിനെ കൊടുക്കുമ്പോ 0 ആണ്. ഇതിനെ കൊടുക്കുമ്പോ 1/4 2/5 1/. ഓക്കെ, ഇനി ഇത് എസ് സി എടുത്താൽ 20 20 എത്രയാണ്? 60 60 എസ് സി വന്നു കഴിഞ്ഞാൽ 60 ആക്കാൻ എത്രകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ 15 കൊണ്ട് നമ്മള് മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 15 ചെയ്താൽ 16 വരണം. അപ്പൊ 15 മൈനസ് ഇത് 16 വരാൻ വേണ്ടിട്ട് 12 കൊണ്ട് 12 into 24 പ്ലസ് 16 വരാൻ വേണ്ടി എന്തുകൊണ്ടാണ് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 15 30 45 45 മൈനസ് 24 21 വരും 21/16.
ഇത് സ്മോളസ്റ്റ് ആക്കണമെങ്കിൽ സ്മോളസ്റ്റ് ആക്കാം. 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. 7 3s are 21. 7/20. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് മോഡ്യൂൾ 3 ക്വസ്റ്റ്യൻ ആണ്. മോഡ്യൂൾ 3 7 മാർക്കിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ്. സോൾവ് ഇൻസ്റ്റന്റ് വാല്യൂ പ്രോബ്ലം. y double dash minus 2y dash plus 5y equal to 0. y of 0 equal to minus 3. y dash of 0 equal to 1. അപ്പൊ ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് ആദ്യം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടെത്താം. y double dash എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? d സ്ക്വയർ y by dx സ്ക്വയർ മൈനസ് 2 എന്തുവാണ്? dy by dx പ്ലസ് 5y equal to 0. നമ്മൾ എന്തുവാണ് പഠിച്ചത്? d by dx എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റൽ D. അപ്പൊ ഇതെങ്ങനെ മാറും? d സ്ക്വയർ മൈനസ് 2d പ്ലസ് 5 d സ്ക്വയർ ബൈ 2dy പ്ലസ് 5y equal to 0. ഇതിന് y പുറത്തെടുക്കാം. 2d പ്ലസ് 5 into y equal to 0. ഇതുവരെ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പാണ്. നെക്സ്റ്റ് എന്താണ്? ആക്സിലറി ഇക്വേഷൻ എന്ത് ചെയ്യണം? d is equal to എന്ത് കൊടുക്കാം? m കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ m സ്ക്വയർ മൈനസ് 2m പ്ലസ് 5 equal to 0. ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2 അത് വരില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac by 3a. നമുക്ക് മൈനസ് ബി മൈനസ് ഓഫ് മൈനസ് 3 പ്ലസ് 3 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 മൈനസ് 4ac 4 into 1 into c എത്ര 20 by 2a2. Okay. 2 plus or minus 4 minus 20 is minus 16 by 2. 2 plus or minus 16 is 4. നമുക്ക് എന്ത് കൊടുക്കാം? I കൂടി കൊടുക്കാം. മൈനസ് പറയാൻ 2 കോമൺ എടുക്കാം. 1 plus or minus 2i by 2. 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 പ്ലസ് ഓർ മൈനസ് 2i മാത്രമാണ് വരുന്നത്. ഇത് ആൽഫ, ഇത് ബീറ്റ. ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത്? e raised to alpha x into c1 cos beta x plus c2 sin beta x. e raised to alpha x, e raised to 1x, e raised to x. c1 cos beta place में 2x plus c2 sin 2x. ഓക്കെ, ഇനി നമുക്ക് ഇത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ y of 0 equal to മൈനസ് 3 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ y കോംപ്ലിമെന്ററി ഫംഗ്ഷനെ തന്നെയാണ് എന്തെന്ന് എടുക്കേണ്ടത്? y of x എന്ന് എടുക്കേണ്ടത്. ഈ x വരുന്നിടത്തെല്ലാം 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ മൈനസ് 3 ഈക്വൽ ആണ്. അതായത് e raised to 0 c1 cos 2 into x cos 0 plus c2 sin 0 equal to minus 3. cos 0 1 ആണ്, sin 0 0 ആണ്. അപ്പൊ e raised to 0 1 എന്ത് വരും? c1 equal to minus x. c1. നെക്സ്റ്റ് നമുക്ക് c2 ഫൈൻഡ് ചെയ്യാനുള്ളത് ഒരു പറഞ്ഞിട്ടുണ്ട്. y dash of 0. y of x ഇതാണ്. അപ്പോ y dash of x എന്ന് പറയുന്നത് എന്തുവാണ്? e raised to x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. e raised to x c1 എഴുതുക, cos 2x പ്ലസ് c2 sin 2x. e raised to x ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക. ഇത് എന്തുവാണ്? പ്രോഡക്റ്റ് റൂൾ. ഓരോന്നും പ്രോഡക്റ്റ് റൂൾ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇനി ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് കോസിന്റെ മൈനസ് സൈൻ 2x into 2x. ഓക്കെ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ cos 2x ആണ് into e raised to x ന്റെ എന്താണ്? e raised to x. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സെക്കൻഡ് c2 കോൺസ്റ്റന്റ് ആയിട്ട് കണക്കാക്കട്ടെ. c2 കോൺസ്റ്റന്റ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്തുവാണ്? ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് cos 2x into 2 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ sin 2x into e raised to x എന്നത് e raised to x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ്
2 C1 e raised to x sin x. C1 അന്ന് കോമൺ ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. C1 കോമൺ ആയിട്ട് എഴുതിയിട്ട് ബാക്കി എഴുതിയാലും മതി. -2 e raised to x sin 2x plus e raised to x cos 2x. അടുത്തത് C2 ഇനിയും എന്തുവാണ്? C2 2 e raised to x cos 2x plus e raised to x sin 2x. ഈ പുതിയത് y dash of x ആണ്. ഇവിടെ y dash of x എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് y dash of x അല്ല, y dash of 0 ആണെങ്കിൽ 1 ആണ്. y dash of 0 വാല്യൂ 1 ആണ്. അതായത് y dash of x ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇവിടെ x വരുന്നിടത്തെല്ലാം എന്തുവാണ്? 0 കൊടുക്കാം. C1 into x വരുന്നിടത്ത് -2 e raised to 0 sin x എന്തുവാണ്? 0 ആണ്. 0 plus e raised to 0 cos 2 into 0 okay plus C2 into 2 e raised to 0 cos 0 plus e raised to 0 sin 0 equal to 1 ആണ് ആൻസർ. C1 sin 0 0 ഇത് ഫുൾ 0 ഇതെന്തുവാണ്? 1 by cos 0 1 ആണ്. C1 into 1 അപ്പം 1 C1 എന്ന് വരും. 1 C1 plus C2 ന്റെ എന്തുവാണ്? cos 0 1 എന്തുവാണ്? 2 equal to 1. ഓക്കെ, അപ്പൊ വരുന്നത് C1 plus 2 C2 equal to 1. C1 നമുക്ക് കിട്ടിയിട്ടുണ്ട് -3 plus 2 C2 equal to 1. 2 C2 equal to 1 plus 3 എന്ന് വരും 4 വരും. 2 C2 അതാണെങ്കിൽ C2 എന്തുവാണ്? 4 by 2. 2 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ C1 എന്തുവാണ്? C2 കിട്ടി. നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ ഈസ് എങ്ങനെ എഴുതി കൂട്ടുക? സൊല്യൂഷൻ ഈസ് എന്തുവാണ്? y is equal to എന്താണ്? e raised to x. C1 വരുന്നിടത്ത് എന്ത് കൊടുക്കും? -3 cos 2x. C2 വരുന്നിടത്ത് 2 sin 2x. ഇതാണ് ഫൈനൽ ആൻസർ. ഇതാണ് ഇൻഷുറൻസ് പ്രോബ്ലം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിംഗ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ സോൾവ് y dash plus 4y equal to 6x. ഇതില് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണുന്നത് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് പഠിച്ചത് റോൺസ്കിയൻ മെത്തേഡ് ആയിട്ടാണ്. അതായത് റോൺസ്കിയൻ കാണുന്നത് ഡിറ്റർമിനന്റ് y1 y2 y1 dash y2 dash ഇതായിരുന്നു ഫോർമുല. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കി കാണാൻ പറ്റുള്ളൂ. ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ തീരും. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതുക y double dash plus 4y equal to C2x. ഇതാണ് r of x. ഓക്കെ, എഴുതുമ്പോ എങ്ങനെ വരും? നമുക്ക് d സ്ക്വയർ y പ്ലസ് എന്തുവാണ്? 4y equal to 0. y കോമൺ എടുത്ത് പോയി കഴിഞ്ഞാൽ ആക്സിലറി ഇക്വേഷൻ n സ്ക്വയർ പ്ലസ് 4 equal to 0, m square equal to -4, n equal to plus or minus എന്ത് വരും? 2i വരും. ഇവിടെ ആൾട്ടർനേറ്റ് ടേംസ് 0യും ബീറ്റ എന്തുവാണ്? 2 ആണ് വരുന്നത്. നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്? e raised to alpha x. അപ്പൊ എന്തുവാണ്? 0. C1 cos beta raised to 2x plus C2 sin 2x. e raised to 0 1. Then there is C1 cos 2x plus C2 sin 2x. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇനി പർട്ടിക്കുലർ ഇന്റഗ്രൽസ് കാണാനുള്ള ഫോർമുലയാണ് ഇതാ തന്നിരിക്കുന്നത്. y1u plus y2b. പർട്ടിക്കുലർ ഇന്റഗ്രൽസ് കാണാൻ y1u plus y2b. അതിന് മുന്നേ നമുക്ക് റോൺസ്കിയൻ കണ്ടുപിടിക്കണം. ഇവിടെ ഈ യൂണിറ്റ് താഴെ w ഉണ്ട്. അപ്പൊ ആ w ആദ്യം കണ്ടുപിടിക്കണം. റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ y1 y2 y1 dash y2 dash. ഇവിടെ y1 എന്തുവാണ്? ഫസ്റ്റ് cos 2x ആണ്. y2 sin 2x. y1 dash എന്ന് പറയുന്നത് എന്താണ്? മൈനസ് sin 2x into 2 2. y2 dash എന്ന് പറയുമ്പോ
cos 2x into 2. Okay. Wronskian. y1 in the place of cos 2x, y2 sin 2x, minus 2 sin 2x, 2 cos 2x. Cross multiplication equal 2 cos square 2x minus half plus 2 sin square 2x. 2 common cos square 2x plus sin square 2x and 1 by 2 into 1 2. അപ്പോൾ എന്താണ് w എന്തെന്ന് കിട്ടി നോട്ട് ഈക്വൽ ടു 0. w നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. അതായത് u ആദ്യം കണ്ടുപിടിക്കാം. u കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇന്റഗ്രേഷൻ ആണ് എടുക്കേണ്ടത്. u ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ y2 എന്തുവാണ് sin 2x. r of w എന്ന് പറയുന്നത് എന്തുവാണ് റൈറ്റ് സൈഡിലുള്ളതാണ്. എന്തുവാണ് sec 2x ബൈ w എന്ന് പറഞ്ഞാൽ 2 മൈനസ് 1/2 ഫ്രണ്ടിൽ എടുക്കുന്നു. sin 2x സീക്കിനെ നമുക്ക് 1 cos 2x എന്ന് എഴുതാം. ഇതിപ്പോ എങ്ങനെ ഒരു മൈനസ് 1/2 ഇന്റഗ്രൽ sin 2x ബൈ cos 2x. അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിന്റെ എന്തുവാണ് ഡെറിവേറ്റീവ് മേളിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് അതിനെ ലോഗ് ഓഫ് എന്ന് പറഞ്ഞ് താഴത്തെ ഡിനോമിനേറ്റർ എഴുതാം cos 2x. ഓക്കെ പ്ലസ് ഇന്റഗ്രേഷൻ എടുക്കേണ്ടത് ഇതാണ് യു. ഇനി ബി കാണാൻ വേണ്ടി ഇന്റഗ്രൽ y1 എന്തുവാണ് cos 2x. r of x എന്തുവാണ് sec 2x ബൈ w2. അവിടെയും 1/2 പുറത്ത് into dx ഇടാൻ മറക്കരുത്. dx cos 2x സീക്കിനെ എങ്ങനെ എഴുതാം 1 cos 2x into dx. cos cancel. cos cancel ആയിട്ട് ഹാഫ് ഇന്റഗ്രൽ dx. ഹാഫ് ഇന്റഗ്രൽ dx എന്ന് പറയുമ്പോൾ ഹാഫ് x പ്ലസ്. ഇപ്പൊ നമ്മുടെ yp എന്ന് പറയുന്നത് y1 എന്ന് പറയുന്നത് cos 2x into u എന്ന് പറയുന്നത് എന്തുവാണ് മൈനസ് 1/2 ലോഗ് cos 2x പ്ലസ് y2 എന്തുവാണ് sin 2x into d എന്ന് പറയുന്നത് 1/2 x കഴിഞ്ഞത് c. ഇനി നമ്മുടെ സൊല്യൂഷൻ ഈസ് എന്ന് പറയുന്നത് എപ്പോഴും കോംപ്ലിമെന്ററി ഫംഗ്ഷൻസും പർട്ടിക്കുലർ ഇന്റഗ്രലിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻസ് ഇതാ കിടക്കുന്നത് എന്തുവാണ് c1 sin 2x പ്ലസ് c2 cos 2x. അതാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അടുത്ത പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താ മൈനസ് 1/2 cos 2x log cos 2x പ്ലസ് ഹാഫ് sin 2x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ അടുത്ത നമ്മൾ ചെയ്യുന്നത് മോഡൽ 4 ഒരു ക്വസ്റ്റ്യൻ ആണ്. മോഡൽ 4 ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. പണ്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനെ കാട്ടി ഇതിന്റെ 7 മാർക്സിലെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ 3x plus 2 s minus by s minus 1 into s square plus 1. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർം ഇൻവേഴ്സ് ആണ്. അപ്പോൾ any ഇൻവേഴ്സ് 3x plus 2 by s minus 1 into s square plus 1. ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ പാർഷ്യൽ ആക്കി മാറ്റണം. 3x plus 2 by s minus 1 into s square plus 1. ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ പാർഷ്യൽ എഴുതരുത്. a by s minus 1 ഓക്കെ പ്ലസ് bs plus c by s square plus 1. ഇങ്ങനെയാണ് എഴുതുന്നത്. a by s minus 1 ഇത് എന്തുവാണ് s square plus 1 തന്നെ താഴെ bs plus c. ഇനി എന്ത് ചെയ്യണം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക സെയിം ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് 3s plus 3 വരും. റൈറ്റ് സൈഡിൽ s minus 1 ക്യാൻസൽ ആയിട്ട് s square plus 1 മാത്രമേ. ഇവിടെ s square plus 1 ക്യാൻസൽ ആയിട്ട് ds plus c into s minus 1. ഓക്കെ ds plus c into s minus 1. ഇനി ശ്രദ്ധിക്കേണ്ടത്
നമുക്ക് എയും ബിയും സിയും ഒക്കെ കാണും. 3s plus 2 into a into s square plus 1 plus bs into s minus 1 ആണ് വരും. plus c into s minus 1 ബ്രാക്കറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ എസിന് 1 കൊടുക്കുകയാണ്. s equal to 1 കൊടുത്തു കഴിഞ്ഞാൽ 1 കൊടുത്തപ്പോൾ ഇത് 0, ഇത് 0. എന്ത് വരും? 3 into 1, 3 plus 2 is equal to a into x square എന്നത് 1 square, 1 plus 1. 5 is equal to 2a. a is equal to 5 by 8. ഇനി വേറെ നമ്പേഴ്സ് എന്ന് പറയുന്നത് -1 കൊടുക്കാൻ പറ്റത്തില്ല. കാരണം -1 സ്ക്വയർ +1 ആവും. അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ചെയ്യേണ്ടത് ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എസ് സ്ക്വയർ ആദ്യം ചെയ്യണം. ലെഫ്റ്റ് സൈഡിലെ എസ് സ്ക്വയറിന്റെ കോൺസ്റ്റന്റ് ഒന്നുമില്ല. റൈറ്റ് സൈഡിലെ എ ഉണ്ട്. പിന്നെ ഇത് മൾട്ടിപ്ലൈ ബിയും ഉണ്ട്. എ കിട്ടി 5 by 0 equal to 5 by 2 plus b. അങ്ങനെയാണെങ്കിൽ b is equal to -5 by b. നെക്സ്റ്റ് സി കിട്ടാൻ ചെയ്യേണ്ടത് ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എസ് ആണ് എടുക്കേണ്ടത്. ഇവിടെ എസിന്റെ കോഷ്യന്റ് 3, റൈറ്റ് സൈഡ് എസിന്റെ കോഷ്യന്റ് ഇവിടെ ഇല്ല. ഇവിടെ ബി എസ് ഇൻറ്റു കണ്ടോ, ബി എസ് ഇൻറ്റു എസ് സ്ക്വയർ വരും, ബി എസ് ഇൻറ്റു 1 എസ്. അപ്പൊ അവിടെ ബി ഉണ്ട്. ഇവിടെ എന്തുള്ള എസിന്റെ കോഷ്യന്റ് സി ആണ്. ബി എന്താക്കിയത് -5 by 2 plus c. c equal to മൈനസ് ഇപ്പുറത്തേക്ക് പ്ലസ് 5 by 2. 2 LCM 6 plus 5 11 by 12. a b c 3 ടേംസ് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ മതി. ഇതിനകത്ത് അപ്ലൈ ചെയ്ത് എന്ത് വരും? a by a എന്ന് പറയുന്നത് 5 by 2 by s minus 1 plus b എന്ന് പറയുന്നത് -5 by 2 yes plus c എന്ന് പറയുന്നത് 11 by s square plus 1. ഓക്കെ, ഇതാണ് നമുക്ക് പാർഷ്യൽ ഷേപ്പ് കിട്ടുന്നത്. നമ്മളടുത്ത് പറഞ്ഞത് ഇൻവേഴ്സ് ലാപ്ലേസ് ആണ്. അപ്പൊ ലാപ്ലേസ് ഇട്ട് ചെയ്ത് നോക്കാം. L inverse of 3s plus 2 by s minus 1 into s square plus 1 നെയാണ് നമ്മള് എന്തുവാണ് 5 by 2 കോൺസ്റ്റന്റ് ആണ്. 5 by 2 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s minus 1 ആണ് വരുന്നത്. ഇതിനി സ്പ്ലിറ്റ് ആണ് ചെയ്യുന്നത്. ഈ ടേംസിന് ഈ ടേമിന് ഡിനോമിനേറ്റർ ഒരുപോലെ ഭാഗമാണ്. അപ്പൊ എന്തുവാണ് -5 by 2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്തോ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s by s square plus 1 എന്ന് വരും. അടുത്ത് 11 by 2 കോൺസ്റ്റന്റ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s square plus 1. ഓക്കെ, 5 by 2 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s minus എന്ന ഫോമിലാണ്. അപ്പൊ e raised to at ഏഴ് പ്ലേസ് e raised to minus 5 by 2 into ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഇതിനെ നമുക്ക് s square plus 1 square എന്ന ഫോമിൽ എഴുതാം. ഇത് എന്താണ്? കോസിന്റെതാണ്. കോസ് എ ടി ആണ് അല്ലെ. കോസ് എ ടിയുടെ ബേസ് എ എന്താണ് 1 ആണ്. കോസ് ഇനി 11 by 2 കോൺസ്റ്റന്റ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s square plus 1. അതിൽ നിന്നാണ് സൈൻ എ ടി എയുടെ ബേസിന് 1 ആണ്. സൈൻ ഇതാണ് നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 3s plus 2 by s minus 1 into s square plus 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 by 2 e raised to t minus 5 by 2 cos t minus okay plus 11 by 2 sin t. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോ ആദ്യം ഇതൊരു പാർഷ്യലി ചെയ്തിട്ട് കോൺസ്റ്റന്റ് എ ബി സി എന്തൊക്കെയുണ്ടോ അതെല്ലാം കാണുക. കണ്ടതിന് ശേഷം ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കുക. ഓരോന്നും സെപ്പറേറ്റ് ഇൻവേഴ്സ് ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 7 മാർക്സിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. യൂസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ടു സോൾവ് y double dash plus 4 y dash plus 3y equal to e raised to minus t. y of 0 equal to 1, y dash of 0 is equal to 1 ആണ്.
അപ്പോ നമ്മള് നേരത്തെ ഇതിന്റെ വീഡിയോ എടുത്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണക്ട് ചെയ്ത് ലാപ്ലേസ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലോ ബൈ ഡാഷ് അവിടെ ഞാൻ നോക്കുന്നല്ലോ ബൈ ഡാഷും എല്ലോ ബൈ ഡാഷിന്റെയും വേണം. നമ്മുടെ ഇക്വേഷൻ എടുക്കാം y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു e റേസ് ടു മൈനസ് y ഡബിൾ ഡാഷിന്റെ ലാപ്ലേസ് ഓഫ് ദ s സ്ക്വയർ ലാപ്ലേസ് ഓഫ് y മൈനസ് sy ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0 പ്ലസ് 4 ലാപ്ലേസ് ഓഫ് y ഡാഷ് ആണ്. ലാപ്ലേസ് അല്ലെങ്കിൽ ലാപ്ലേസ് എന്തുവാണ് 4y ഡാഷ് ആണ്. 4y ഡാഷ് ഒന്നും അത് സെപ്പറേറ്റ് എടുത്താലും 4 കോൺസ്റ്റന്റ് മാറ്റിയിട്ട് y ഡാഷ്. y ഡാഷിന്റെ വാല്യൂ എന്താണ്? ലാപ്ലേസ് ഓഫ് y ഡാഷ് എന്ന് പറയുന്നത് s lo y മൈനസ് y ഓഫ് 0 പ്ലസ് 3y എന്ന് പറയുന്നത് 3 ഇൻറ്റു ലാപ്ലേസ് ഓഫ് y ആണ്. റൈറ്റ് സൈഡിൽ ലാപ്ലേസ് ഓഫ് e റേസ് ടു മൈനസ് t. e റേസ് ടു at യുടെ ലാപ്ലേസ് എന്ന് പറയുന്നത് 1/s മൈനസ് a ആണ്. e റേസ് ടു മൈനസ് t എന്ന് പറയുമ്പോൾ 1/a യുടെ പ്ലേസിൽ എന്തുവാണ് 1 ആണ് വരുന്നത്. മൈനസ് എടുത്ത് പ്ലസ് 1 ആയി മാറും. ഇനി ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സ്ക്വയർ ലാപ്ലേസ് ഓഫ് y മൈനസ് s ഓഫ് y ഓഫ് 0. y ഓഫ് 0 1 ആണ്. അപ്പൊ s y ഡാഷ് ഓഫ് 0 1 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 4s ഓഫ് ലാപ്ലേസ് ഓഫ് y മൈനസ് 4 ഇൻറ്റു y ഓഫ് 0 എന്തുവാണ് 1 ആണ്. 4 പ്ലസ് 3 ലാപ്ലേസ് ഓഫ് y is equal to ലാപ്ലേസ് ഓഫ് e റേസ് ടു മൈനസ് ലാപ്ലേസ് ഓഫ് y നമുക്ക് കോമൺ എടുക്കാം. ഈ ടേമിലുള്ള ലാപ്ലേസ് ഓഫ് y ബ്രാക്കറ്റ് എന്ത് s സ്ക്വയർ. ഇവിടെ ഒരു ലാപ്ലേസ് y ഉണ്ട്. അപ്പൊ എന്താ 4s. ഇവിടെ ഒരു ലാപ്ലേസ് y ഉണ്ട്. ലാപ്ലേസ് y കോമൺ എടുത്ത് കഴിഞ്ഞാൽ 3. ഓക്കെ, ബാക്കി എല്ലാ ടേംസും നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അതിനുവേണ്ടി ഇവിടെ സിംപ്ലിഫിക്കേഷൻ മൈനസ് എസ് മൈനസ് 1 മൈനസ് 4 മൈനസ് 5 വേറൊരു ടേം ഇല്ല. ലാപ്ലേസ് ഓഫ് e റേസ് ടു മൈനസ് t എന്ന് പറയുമ്പോൾ 1/s പ്ലസ് 1. ലാപ്ലേസ് ഓഫ് y s സ്ക്വയർ പ്ലസ് 4s പ്ലസ് 3 ഈക്വൽ ടു ഈ ടേംസ് എല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. മൈനസ് എസ് അപ്പുറത്തേക്ക് പ്ലസ് എസ് പ്ലസ് എസ് പ്ലസ് 5. ഓക്കെ, ഇവിടെ എസ് എടുക്കണം. എസ് പ്ലസ് 1 എസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് വരും. അടുത്തെന്താണ് 5 ഇൻറ്റു എസ് പ്ലസ് 1. ഇവിടെ ഒരു 1 ഉണ്ട്, അത് വരും 1. അതുപോലെ ഇത് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് എസ് ഇൻറ്റു എസ് പ്ലസ് 1 5 ഇൻറ്റു എസ് പ്ലസ് 1. ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 1 പ്ലസ് എസ് സ്ക്വയർ പ്ലസ് എസ് 5s പ്ലസ് 5 ബൈ എസ് പ്ലസ് 1. ഓക്കെ, ഇനി എല്ലോ ബൈ മാർക്കോ എല്ലോ ബൈ ലെഫ്റ്റ് സൈഡില് ഈ ടേംസിലേക്ക് നമുക്കിവിടെ താഴെ കൊണ്ടുവരാം. അപ്പൊ ഇവിടെ സിംപ്ലിഫിക്കേഷനിലേക്ക് എസ് കോമൺ ടേം ആകുന്നതായിരുന്നു. പ്ലസ് 5s 4s 6s 5 പ്ലസ് 1 6 ബൈ ഓൾറെഡി ഒരു എസ് പ്ലസ് 1 ഉണ്ട്. അതിന്റെ കൂടെ ഇത് വരും എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ്. ഇത് നമ്മൾ എന്ത് ചെയ്യാം? സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. മൾട്ടിപ്ലൈ ഇപ്പൊ 3 വരണം. 1 3 ആഡ് ചെയ്യുമ്പോൾ 4 വരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 6 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എന്തുവാണ് എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 3. കണ്ടോ, മൾട്ടിപ്ലൈ 3 വരുന്നു, ആഡ് ചെയ്യുമ്പോൾ 4 വരുന്നു. ലാപ്ലേസ് ഓഫ് y ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി y ഈക്വൽ ടു എന്തുവാണ്? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 6. 2 എസ് പ്ലസ് 1 ഉണ്ട്. അപ്പൊ എന്തുവാണ്? ആദ്യം സിംഗിൾ ആയിട്ടുള്ളത് ആദ്യം എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ നേരത്തെ പോലെ പാർഷ്യൽ ആയി മാറി. ലാപ്ലേസിലെ പാർഷ്യലിന് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ വരും? ആദ്യം എന്ത് ചെയ്യാം? ലാപ്ലേസ് ഇൻവേഴ്സ് ചെയ്യുന്നതിന് മുന്നേ പാർഷ്യൽ എടുക്കുക. എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 6 ബൈ എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. എങ്ങനെ എഴുതാം? a ബൈ എസ് പ്ലസ് 3 പ്ലസ് b ബൈ
s plus 1 plus c by s plus 1 the whole square. Okay. ഇനി ഇതേ ടേം കൊണ്ട് ഇതിനെ ലെഫ്റ്റും റൈറ്റും മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റിൽ എന്തായാലും s square plus 6x plus 6. റൈറ്റില് ഇതേ ടേമിനെ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് s plus 3 ക്യാൻസൽ. എയുടെ കൂടെ വരുന്നത് എന്താണ് s plus 1 the whole square. ബിയുടെ കൂടെ s plus 1 ഒരു s plus 1 ക്യാൻസൽ ആണ്. ബാക്കി വരുന്നത് b into s plus 3 into s plus 1 plus സിയുടെ s plus 1 the whole square ക്യാൻസൽ. ബാക്കി വരുന്നത് s plus. ഇനി ഇതിന് കോൺസ്റ്റന്റ് a b c നമ്മള് വാല്യൂസ് കൊടുത്ത് കാണാം. ഞാനിവിടെ പ്ലസ് 1 കിടക്കുന്നു. അപ്പൊ എന്തുവാണ് എസിന് -1 കൊടുക്കും. -1 സ്ക്വയർ 1 പ്ലസ് 6 into -1 എന്തുവാണ് -6 ആവും. -6 plus 6 equal to ഇവിടെ എന്തുവാണ് -1 plus 1 returns 0. -1 കൊടുത്തു കഴിഞ്ഞാൽ returns 0. ബാക്കി ഇത് മാത്രമേ വരുള്ളൂ. c into -1 plus 3 -6 plus 6 cancel. 1 equal to 2c. c is equal to എന്തുവാണ് 1/2. c കിട്ടി നമുക്ക്. നെക്സ്റ്റ് എന്ത് നോക്കാം. -1 കൊടുത്തു 3 കിടക്കുള്ളൂ. അപ്പൊ എന്താണ് +3 ആണ് കിടക്കുന്നത്. -3 കൊടുത്തോളാം. s is equal to -3 സ്ക്വയർ എന്തുവാണ് 9. 6 into -3 എന്ന് പറയുമ്പോൾ എന്തുവാണ് -18 plus 6 is equal to s ന് -3. ഇവിടെ -3 കൊടുത്തപ്പോ ഇത് 0 ആകില്ല. -3 കൊടുത്തപ്പോ എന്തൊരു -3 plus 1. ഇവിടെ -3 കൊടുത്തപ്പോ ഇത് 0 ഇത് 0. ബാക്കി എല്ലാം 0. 9 -18 -9 ആണ്. -9 plus 6 -10 equal to -2a. -a is equal to 3/8 കിട്ടുന്നു. ഇനി നമുക്ക് C കിട്ടാൻ D കിട്ടി. D കിട്ടാൻ എന്തെങ്കിലും നമ്പേഴ്സ് കൊടുക്കാൻ പറ്റുമോ നോക്കാം. നമ്പേഴ്സ് കൊടുക്കാൻ പറ്റില്ല, കാരണം 1 ഉം 3 ഉം മാത്രമേ 2 നമ്പേഴ്സേ ഉള്ളൂ. അങ്ങനെയുള്ള കേസിൽ ഞാൻ പറഞ്ഞു തേർഡ് വൺ കാണുമ്പോൾ ഇക്വേറ്റി ദ കോഷ്യന്റ് ഓഫ് s സ്ക്വയർ ഇക്വേറ്റി the quotient of s square. Left side s square quotient 1 ആണ്. Right side the s square quotient a1 plus ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് s into s square അവിടെ quotient b വരും. ലാസ്റ്റ് വൺ ബ്രാക്കറ്റില്ല s square. അപ്പോ 1 is equal to a നമുക്ക് കിട്ടിയല്ലോ 3/2, b കിട്ടിയില്ല. So b is equal to 1 minus 3/2. LCM 2 ആണ്. 2 minus 3 minus 1/2. B minus 1/2. ഇത് നമ്മളെ ഇതിനകത്ത് അങ്ങ് അപ്ലൈ ചെയ്യാം. ഇതിവിടെ കിടപ്പുണ്ട്. അപ്ലൈ ചെയ്ത് വരും D equal to a by a എന്താണ് കിട്ടിയത് 3/2 by s plus 3. Okay. പ്ലസ് ബി എന്ന് പറയുന്നത് -1/2 by s plus 1. C 1/2 by s plus 1. ഇനി ലാപ്ലേസ് ആണ് കാണേണ്ടത്. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഈ ടേം s square plus 6x plus 6 by s plus 3 the whole square s plus 1 the whole square equal to 3/2 constant. Laplace inverse of എന്ത് വരും 1/s plus minus 1/2 constant. Laplace inverse of 1/s plus 1/2 constant. Laplace inverse of 1/s plus 1 the whole square. ഇനി നമുക്ക് ഇതിന്റെ ലാപ്ലേസ് വാല്യൂലോട്ട് പോവാം. അതുപോലെ എഴുതണം. ഈ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s minus എന്ന ഫോമിലാണ്. s minus ആണ് e raised to 8 ആണ്. അപ്പൊ ഇവിടെ e raised to -3t minus half ഇനി e raised to എന്ത് -1t ആണ്. t half into ഇവിടെ ശ്രദ്ധിക്കാം ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s minus എന്ന ഫോം എടുക്കുക. അപ്പൊ e raised to -t. പിന്നെ പ്രത്യേകിച്ച് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എന്തിന്റെ എടുക്കണം 1/s square എടുക്കണം. 1/s square
ലാപ്ലേസ് എന്താണെന്ന് നോക്കുക, ടി ആണ്. ബാക്കിയൊന്നും മാറ്റില്ല, ഇതുപോലെ എഴുതിയിട്ട് ലാപ്ലേസ് ഇൻവേഴ്സ് 1/s² എന്ന് പറഞ്ഞ് ടി ആണ്. അറേഞ്ച് എഴുതുമ്പോൾ 3/2 e⁻³ t മൈനസ് ഹാഫ് e⁻⁻t പ്ലസ് ടി ഹാഫ് e⁻⁻. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് മോഡ്യൂളായ ഫോറിയർ ട്രാൻസ്ഫോർമേഷനിലെ 7 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. Fourier transform of f of x is equal to e raised to x if minus a less than x less than a, 0 otherwise. Fourier transform എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നോർമൽ ഫോറിയർ ട്രാൻസ്ഫോം ആണ്. നോർമൽ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല ഫോറിയർ ഓഫ് f of x is equal to 1/√2π integral minus infinity to infinity fx e raised to minus I lambda x dx. നമുക്കിവിടെ വേറെ ഇന്റർവെല്ലൊന്നും പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് അവർ ഇന്റർവെല്ലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ -∞ to ഇൻഫിനിറ്റി നോക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കേസ് അതർ കേസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് -∞, അതിനിടയ്ക്കുള്ള എന്താണ് ഒരു പോയിന്റ് എ ആണ്, ഒരു പോയിന്റ് -a ആണ്, പ്ലസ് എ ഉണ്ട്, പ്ലസ് ഇൻഫിനിറ്റി. എയും വരെ ഉള്ളതിന് മാത്രമാണ് എന്തോന്ന് f of x e raised to x വരുന്നത്. ബാക്കി അതർ ബേസ്, ബാക്കി ഇതും എന്തായിരിക്കും f of x 0. അതാണ് മീനിങ്സ്. അപ്പൊ നമ്മള് ഫോറിയർ ഓഫ് f of x ഈക്വൽ ടു 1/√2π -∞ വേണ്ട, കാരണം ഇത്രയും പോർഷൻ എന്താണ് വേണ്ട, 0. അപ്പൊ -a to a ആണ് നമ്മുടെ f of x എന്താണ് e raised to x into e raised to minus I lambda x dx. ഇത് എന്ത് ഫോർമുലയാണ്? a raised to m into a raised to n, a raised to m plus n 1/√2π minus a to a e raised to x minus I lambda x dx. രണ്ടിൽ നിന്ന് നമുക്കൊരു x കോമൺ എടുക്കാം. 1/√2π minus a to a e raised to 1 minus I lambda into x dx. ഈ ഇന്റഗ്രേഷൻ കണ്ടാൽ മതി. ഇന്റഗ്രൽ e raised to x ആണെന്ന് e raised to x എന്നാണ്. e raised to 1 minus I lambda into x by എന്താണ് 1 minus I lambda ലിമിറ്റ് -a to a. ഓക്കെ, 1/√2π അതുപോലെ എഴുതുക. അപ്പർ ലിമിറ്റ് എക്സിന് a കൊടുക്കുന്നു. അപ്പൊ e raised to 1 minus I lambda into a by എന്താണ് 1 minus I lambda മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എയുടെ ബേസിൽ എക്സിന്റെ ബേസിൽ -a ആണ് കൊടുക്കുന്നത്. e raised to 1 minus I lambda into -a by 1 minus I lambda. ഓക്കെ, 1 minus I lambda നമുക്ക് പുറത്തെടുക്കാം. 1 minus I lambda പുറത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന എന്താണ് e raised to 1 minus I lambda into a ഫസ്റ്റ് ചെയ്യുക. ഓക്കെ, മൈനസ് എന്താണ് e raised to -a 1 minus I lambda. നമുക്കൊന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യാവുന്ന പറ്റത്തില്ല. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഫോറിയർ ട്രാൻസ്ഫോർമേഷന്റെ ഫോർമുല എഴുതുന്നു. സിമ്പിൾ ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഇത് a raised to m a raised to n ഫോമിലാണ്. പവേഴ്സ് എന്നിട്ട് ആഡ് ചെയ്യുന്നു. അതിന് കോമൺ ഒരു x എടുക്കുക. പിന്നെ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ആണ്. e raised to x ആണ്, e raised to x ആണ്. ഇവിടെ എക്സിന്റെ കോഷ്യന്റ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പർ ലോവർ ലിമിറ്റ് കൊടുത്തപ്പോ ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിന്റെ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണ് ചോദിക്കുന്നത്. കൊസൈൻ ട്രാൻസ്ഫോം അല്ല, കൊസൈൻ ഇന്റഗ്രലോ f of x is equal to cos x if 0 less than x less than π/2, 0 otherwise. ചിലപ്പോ ക്വസ്റ്റ്യനിൽ ഫോറിയർ ഇന്റഗ്രലോ എന്ന് ചിലപ്പോൾ തരാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ നോക്കാം. കോസിലാണ് കിടക്കുന്നതെങ്കിൽ അതെന്താണ് കൊസൈൻ ഇന്റഗ്രൽ ആയിരിക്കും. സൈനിലാണ് കിടക്കുന്നതെങ്കിൽ എന്താണ് സൈൻ ഇന്റഗ്രൽ ആയിരിക്കും. അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽസ് f of x തന്നിട്ടുണ്ട്. f of x ന്റെ ഫോർമുല എന്താണ്? 0 to infinity a lambda cos lambda x d lambda. ഇതിന് a lambda is equal to അതാണ് ആദ്യം കാണേണ്ടത് 2/π 0 to infinity fx cos lambda x dx. So ആദ്യം നമുക്ക് a lambda കാണാം. a lambda is equal to 2/π 0 to infinity എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ട് 0 to എന്താണ് π/2
എഫ് എക്സ് എന്തുവാണ്? കോസ് എക്സ്, കോസ് ലാംഡ എക്സ് എക്സ്. ഇതെന്തുവാണ്? കോസ് എ കോസ് ബി എന്ന ഫോർമുലയിലാണ് കിടക്കുന്നത്. കോസ് എ കോസ് ബി ഫോർമുല വന്നതിന് ഹാഫ് ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി 2 by pi 0 to pi by 2 cos A cos B ഇങ്ങനെ ഒരു ഹാഫ് ഇൻറ്റു കോസ് എ പ്ലസ് ബി എ എക്സ് ആണ്, ഇത് ബി എക്സ് പ്ലസ് ലാംഡ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് ലാംഡ എക്സ് ഡി എക്സ്. പുറത്തെടുക്കാം 2 by pi ഇൻറ്റു കോൺസ്റ്റന്റ് ആണ് 1 by 2 0 to pi by 2 കോസ് ഇവിടെ എക്സ് രണ്ടിടത്തും കോമൺ ഉണ്ട്. അപ്പൊ 1 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് പുറത്തെടുക്കും പ്ലസ് കോസ് 1 മൈനസ് ലാംഡ എക്സ് പുറത്തെടുക്കും. ഓക്കെ ഇൻറ്റു ഡി എക്സ്. ഇത് ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. ഈ 2 ക്യാൻസൽ എന്ന് വരും 1 by pi. കോസിന്റെ കോസ് എക്സ് ആണെങ്കിൽ എന്തുവാണ് ഇന്റഗ്രേഷൻ? സൈന് 1 പ്ലസ് ലാംഡ എക്സ് ബൈ എന്തുവാണ്? എക്സിന്റെ കോഷ്യന്റ് 1 പ്ലസ് ലാംഡ. ഓക്കെ നെക്സ്റ്റ് കോസിന്റെ സൈൻ 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ബൈ 1 മൈനസ് ലാംഡ ലിങ്ക് 0 to pi by. ഓക്കെ 1 by pi അതുപോലെ വരിക. സൈൻ 1 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ്, എക്സിന് അപ്പർ ലിമിറ്റ് ആണ് കൊടുക്കുന്നത്, പൈ ബൈ 2 കൊടുക്കുകയില്ല. സൈൻ 0 0 സൈൻ 90 എന്ന് പറയുന്നത് എന്തുകൊണ്ട്? സൈൻ പൈ ബൈ 2 1 ആണ്. അപ്പൊ സൈൻ ഓഫ് എന്ത് പൈ ബൈ 2 വന്നാലും എത്ര വലിയ പൈ ബൈ 2 വന്നാലും 1 ആണ്. 1 by 1 പ്ലസ് ലാംഡ. അതുപോലെ ഇവിടെയും പൈ ബൈ 2 സൈൻ ഓഫ് എന്ത് പൈ ബൈ 2 വന്നാലും 1 by 1 മൈനസ് ലാംഡ. അപ്പർ ലിമിറ്റ് കൊടുക്കും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 0 ആണ്. അപ്പൊ എന്തുവാണ്? 0 ആയി മാറും. 2 0 അല്ലെങ്കിൽ സൈൻ 0 0. ബാക്കി വരുന്നത് വൺ ബൈ പൈ ഇൻറ്റു നമുക്കിത് ഒരുമിച്ച് വരാം 1 by 1 പ്ലസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ. ഇത് കിട്ടിയത് എ ലാംഡയാണ് നമുക്കിവിടെ കിട്ടിയത്. നമുക്ക് വേണ്ടത് എന്തുവാണ്? എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 to ഈസി ഇക്വൽ പൈ ബൈ 2. എ ലാംഡയുടെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 1 by പൈ 1 by 1 പ്ലസ് ലാംഡ 1 മൈനസ് ലാംഡ എന്തുവാണ്? കോസ് ലാംഡ എക്സ് ഡി ലാംഡ. ഓക്കെ ഇത്രയും കോൺസ്റ്റന്റ് ആണ്. 0 to കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. 1 പ്ലസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ എന്ന് പറയുന്നത് എന്തുവാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 1 by പൈയും ഞാൻ പുറത്തെടുത്തു. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമായി 1 by പൈ 1 മൈനസ് ലാംഡ സ്ക്വയർ. ബാക്കി വരുന്ന 0 to pi by 2 കോസ് ലാംഡ എക്സ് ഡി ലാംഡ. ഓക്കെ 1 by പൈ 1 മൈനസ് ലാംഡ സ്ക്വയർ കോസ് ലാംഡ എക്സ്. ഓക്കെ കോസിന്റെ സൈൻ ലാംഡ എക്സ് ബൈ ലാംഡ 0 to pi by 2 1 by pi into 1 minus lambda square. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യപ്പോ സൈൻ എന്തുവാണ്? പൈ ബൈ 2 അല്ലെ? ഓക്കെ സൈൻ എന്ത് വരും? പൈ ബൈ 2 എക്സിനാണ് അപ്ലൈ ചെയ്തത് ലാംഡ സൈൻ പൈ ബൈ 2 ലാംഡ ബൈ ലാംഡ സൈൻ പൈ ബൈ 2 ലാംഡ ബൈ ലാംഡ മൈനസ് ലോവർ ലിമിറ്റ് എടുത്തത് സൈൻ പൈ ഇൻറ്റു 0 ബൈ ലാംഡ. അതായത് ലോവർ ലിമിറ്റ് 0 ആണ്, സൈൻ 0 1 by പൈ ഇൻറ്റു 1 മൈനസ് ലാംഡ സ്ക്വയർ സൈൻ പൈ ബൈ 2. സൈൻ ഓഫ് എന്ത് പൈ ബൈ 2 ആയാലും ഞാൻ പറഞ്ഞു 1 ആണ്. 1 by ലാംഡ ഇതെന്ത് വരും? 0. അപ്പൊ ലാംഡ ഇവിടെ എക്സ്ട്രാ വരും 1 by ലാംഡ പൈ 1 മൈനസ് ലാംഡ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോറിയർ കോസൈൻ ഇന്റഗ്രൽസിന്റെ ആൻസർ വരുന്നത്. എ ലാംഡ നല്ല പിന്നെ എ ലാംഡയുടെ വാല്യൂ ഈ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്തിട്ട്
കാണുക. നെക്സ്റ്റ് നമുക്ക് 3 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ദ സോഴ്സസ് ആൻഡ് സീൻസ്. ഈ ഒരു ടേം ചോദിച്ചിട്ടുണ്ട്. ഒരു 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ സോഴ്സസ് ആൻഡ് സീൻസ് ഓഫ് ദ വെക്ടർ ഫീൽഡ് എഫക്ട് തന്നിട്ടുണ്ട്. ആദ്യത്തെ മോഡ്യൂളിലുള്ളതാണ് വെക്ടർ ഫീൽഡിലുള്ളത്. എക്സ് പവർ ഐ വെക്ടർ പ്ലസ് വൈ സ്ക്വയർ ജെ പ്ലസ് ഇസെഡ് സ്ക്വയർ കെ വെക്ടർ ആണ്. സോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഓർക്കുക, സോഴ്സ് ആണെങ്കിൽ ഡൈവേർജന്റ് ഓഫ് എഫ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സിങ്ക് ആണെങ്കിൽ ഡൈവേർജന്റ് ഓഫ് എഫ് ആയിരിക്കും ലെസ് ദാൻ 0 എന്ന് എഴുതിയാൽ മാത്രമല്ല. ചിലപ്പോൾ നമുക്ക് പ്രോപ്പർ എന്താണ് നമ്പേഴ്സ് കിട്ടില്ല, ചിലപ്പോൾ ഇക്വേഷനിലായിരിക്കും. അപ്പൊ ആലോചിക്കുക, ആദ്യം അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യും, ഡൈവേർജന്റ് എഫ് കാണും. ഡൈവേർജന്റ് എഫ് കാണാൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് കാണും. ഇതാണ് എഫ് ആണ്. F2 F3 ഡോ ബൈ ഡോ എക്സ് ഓഫ് F1 എന്തുവാണ്, എക്സ് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് F2 വൈ സ്ക്വയർ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് F3 ഇസഡ് സ്ക്വയർ. എക്സിൽ ചെയ്യുമ്പോ 2x, വൈയില് പാർഷ്യൽ എടുത്തപ്പോ നമ്മൾ y സ്ക്വയറിന്റെ 2y, ഇസഡിന്റെ 2z സ്ക്വയർ. എല്ലാത്തിനും 2 കോമൺ എടുക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് സ്ക്വയർ 2 ഇസഡ് വരുള്ളൂ. 2 into x plus y plus z. ഓക്കെ, ഇനി ഈ ഒരു ഇതിൽ കറക്റ്റ് 2 ആയിരുന്നുവെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്തുവാണ്, ഡൈവേർജന്റ് എപ്പാണ് ഗ്രേറ്റർ ദാൻ 0, എന്തുവാണ് ലെസ് ദാൻ 0 ആയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിന് കൃത്യമായിട്ട് അറിയാം എക്സിന് 1, 2 അങ്ങനെ പോസിറ്റീവ് നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തുവായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതുക സോഴ്സ് ആണെങ്കിൽ എന്തുവാണ് ഈ സാധനം 2 into x plus y plus z എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ എഴുതാൻ പറ്റും. ഒരു നമ്പർ മാത്രമാണെങ്കിൽ ഓക്കെ കറക്റ്റ് ആയിട്ട് എഴുതാറുണ്ട്. ഇനി സിങ്ക് ആണെങ്കിൽ 2 into x plus y plus z. കാരണം എല്ലാ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുമായിരിക്കും, നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ലെസ് ദാൻ 0 ആയിരിക്കും. ഇങ്ങനെ എഴുതി നിർത്തിയാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം ഓർത്തോളുക. സോഴ്സ് ആണെങ്കിൽ ഡൈവേർജന്റ് എഫ് ഗ്രേറ്റർ ദാൻ 0. കോൺസ്റ്റന്റ് നമ്പർ 2 എന്നോ വലുതായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാമായിരുന്നു എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ് സോഴ്സ് ലെസ് ദാൻ 0 സിങ്ക് ആണെന്ന് പറയാറ്. ഇതിപ്പോ ഇക്വേഷൻ ആയിട്ട് ഇങ്ങനെയാണ് വയ്ക്കുക. ഇത് ശരിയാണെങ്കിൽ സോഴ്സ് ആണ് എന്താണ് പോസിറ്റീവ് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്, സിങ്ക് ആണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ എന്താണ് ലെസ് ദാൻ 0. ഇതാണ് 3 മാർക്കിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Use Green's theorem to evaluate integral over c x square minus 3 by dx plus 3x dy. Where c is the circle ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതാണ് ഗ്രീൻസ് തിയറം. ഇന്റഗ്രൽ c dx plus 2dy equal to double integral r dou q by dou x minus dou p by dou y dx dy. അപ്പോ നമ്മുടെ ഫസ്റ്റ് ഉള്ളതാണ് എന്ത് പറയുന്നത് p, സെക്കൻഡ് ഉള്ളത് q. p is equal to x square minus 3y, q is equal to എന്താണ് 3x. ഡോ p by ഡോ y ആണ്. x സ്ക്വയർ ഇട്ടാൽ 0, അപ്പൊ മൈനസ് 3 മാത്രമേ വരുള്ളൂ. y ഉള്ളത് 1 ആണ്. നെക്സ്റ്റ് ഡോ q by ഡോ x ആണ്, അത് 3. നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓവർ c p dx പ്ലസ് q dy ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ r ഡോ q മൈനസ് ഡോ x. ഡോ q മൈനസ് ഡോ x എന്ന് പറയുമ്പോൾ 3 മൈനസ് എന്തുവാണ് ഡോ പി ബൈ ഡോ വൈ മൈനസ് 3 പ്ലസ് 3 dx dy ഡബിൾ ഇന്റഗ്രൽ r 6 dx dy. 6 കോൺസ്റ്റന്റ് ആണ്, ഓർത്തെടുക്കാം. ഡബിൾ ഇന്റഗ്രൽ റീജിയൻ dx dy. ഇനി ശ്രദ്ധിക്കേണ്ടത് ഏതാണ് റീജിയൻ പറയുന്നത്, സർക്കിൾ ആണ് പറയുന്നത്. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇക്വൽ ടു r സ്ക്വയറിന്റെ എന്തുവാണ് 4 ആണോ നിൽക്കുക. അപ്പൊ എന്തുവാ സർക്കിൾ വരുന്നു 0 മുതൽ എന്തുവാണ് റേഡിയസ്. റേഡിയസ് ഇവിടെ വന്നിരിക്കുന്നത് r2 ആണ്. 2 ആയതുകൊണ്ടാണ് എന്ത് നേടാൻ പറ്റുന്നത് 4 ആണ്. ഇനി ആറിന്റെ ലിമിറ്റ് ഏത് മുതൽ ഏത് വരെ വരും 0 to 2. തീറ്റ ആണെങ്കിൽ ഏത് മുതൽ 0 ഫുൾ സർക്കിൾ ആണ് 0 to 2 π ആണ് വരുന്നത്. അപ്പൊ തീറ്റ 0 to 2 π, r 0 to 2. ഡബിൾ ഇന്റഗ്രൽ dx dy. dx dy ക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് r dr d theta. അപ്പോ 6 into
dx dy പകരം r dr d theta. dr കിടക്കുന്നത് ആദ്യം നമുക്ക് r 0 to 2 മറ്റേത് 0 to 2 pi. 6 into 0 to 2 pi അതുപോലെ എഴുതുക. r എന്ന dr ചെയ്യുമ്പോൾ r square by 2 0 to 2 d theta. 6 into 0 to 2 pi r ന് 2 കൊടുക്കുമ്പോൾ 2 square 4 by 2 എന്ന് വരും 2 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. അപ്പം 2 d theta എന്ന് വരും. 2 കോൺസ്റ്റന്റ് ആണ്. പുറത്ത് വരുമ്പോൾ 6 into 2 12 ഇന്റഗ്രൽ 0 to 2 pi d theta മാത്രം വരും. അപ്പൊ 12 എന്തുവാണ് d theta ഇന്റഗ്രേഷൻ വെറും തീറ്റ 0 to 2 pi. 12 into upper limit 2 pi ആണ്, lower limit 0. 12 into 2 24 pi. ഡയറക്റ്റ് ഗ്രീൻ സിയറിന്റെ പോകുന്നതാണ് അതിന് വേണ്ട കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. നെക്സ്റ്റ് 3 മാർക്സിന്റെ റിസൾട്ട്. ഇത് മോഡൽ 3 വരുന്നത് ഫൈൻഡ് ദ റോൺസ്കിയൻ കറസ്പോണ്ടിങ് ടു ദ സൊല്യൂഷൻ y ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഡിയിലോ അല്ലെങ്കിൽ ഡി സ്ക്വയർ by minus 2 dy plus y equal to 0. Auxiliary equation of m square y ഇതിനു മുന്നേ നമുക്ക് d square y കോമൺ എടുക്കാം. 2d plus 1 into y equal to 0. Auxiliary equation എഴുതുമ്പോൾ m square minus 2m plus 1 equal to 0. രണ്ട് നമ്പേഴ്സ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരണം, ആഡ് ചെയ്യുമ്പോൾ എന്തുവാണ് -2. അപ്പൊ -1 എടുത്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +1 വരും, ആഡ് ചെയ്യുമ്പോൾ -2. അപ്പൊ എന്ത് വരും? m - 1 into m - 1. ഓക്കെ, equal to 0. m - 1 into അപ്പൊ m equal to എന്ത് വരും? 1. n equal to 1 ആണ് വരുന്നത്. രണ്ട് സെയിം ആണെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെയാണ്? c1 plus c2 x e raised to m1x ആണ്. അതായത് ഫസ്റ്റ് e raised to x മാത്രം വരും. c1 plus c2x e raised to x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ c1 e raised to x plus c2x e raised to x. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കാരണം വ്രോൺസ്കിയുടെ ഫോർമുല ഡിറ്റർമിൻ y1 y2 y1 dash y2 dash ആണ്. ഇവിടുത്തെ y1 എന്ന് പറയുന്നതാണ് e raised to x, y2 എന്ന് പറയുന്നതാണ് x e raised to x. ഓക്കെ, y1 dash e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ്. പക്ഷെ y2 dash കണ്ടുപിടിക്കുമ്പോൾ പ്രോഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. പ്രോഡക്റ്റ് റൂള് y2 dash അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് e raised to x ന്റെ e raised to x എന്നാണ്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷനിന്റെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് x ന്റേത് എന്തുവാണ്? 1 ആണ്. അപ്പോൾ x e raised to x plus e raised to x എന്ന് വരും. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഓക്കെ, ഇനി റോൺസ്കിയൻ നമ്മൾ അപ്ലൈ ചെയ്താൽ y1 e raised to x ആണ്, y2 x e raised to x. y1 dash എന്ന് പറയുമ്പോൾ എന്തുവാണ്? y1 dash എന്ന് പറയുമ്പോൾ e raised to x തന്നെയാണ്. y2 dash എന്ന് പറയുമ്പോൾ x e raised to x plus e raised to x. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. e raised to x into x e raised to x plus e raised to x മൈനസ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ x e raised to x into e raised to x. ഇവിടെ x e raised to x e raised to x e raised to 2x plus e raised to x e raised to x എന്താണ്? e raised to 2x മൈനസ് x അതുപോലെ എഴുതും e raised to x e raised to x e raised to 2x plus x e raised to x minus x e raised to x cancel. ഫൈനൽ ആൻസർ e raised to 2x. ഇതാണ് റോൺസ്കിയൻ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഓക്സിലറി ഇക്വേഷനിലോട്ട് മാറ്റിയിട്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതിയതിനു ശേഷം w ഇതാണ് ഫോർമുല റോൺസ്കിയന്റെ ഫോം ഈക്വൽ ടു e raised to 2x. നെക്സ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Find Laplace of e raised to minus t sin 3t cos 2t. ഈ ഫോമിലാണ് കിടക്കുന്നത്. e raised to at f of t. f of t യുടെ പ്ലേസിൽ it ഉണ്ടാവും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി അത് കണ്ടതിന് ശേഷം അത് എസ് വരുന്നിടത്ത് എന്ത് കൊടുക്കാം? എസ് മൈനസ് എ. ഇവിടെ എയുടെ പ്ലേസിൽ എന്തുവാണ്? -1 ആണ്. ഓക്കെ, -1 ആണ്. വേറെ പ്ലേസിൽ -1 ആണ് ഉള്ളത്. ഇനി നമുക്ക് എന്തുവാണ്? ലാപ്ലേസ് ഓഫ് e−t sin pt cos 2t എന്ന ഫോമിലാണെങ്കിൽ എന്തുവാണ്? നമ്മുടെ എഫ് ഓഫ് ടി മാത്രമേ എഴുതണം. ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുവാണ്? സൈൻ 3t cos 2t. സൈൻ എ cos b ഫോമുലയാണ്. സൈൻ എ cos b ഫോമുല. ഇത് ചെയ്തതിനു ശേഷം ഫൈനലി എസ് വരുന്നിടത്ത് എസ് മൈനസ് എ കൊടുത്താൽ സൈൻ എ cos b അപ്പൊ ഹാഫ് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഇതാണ് ഫോമുല. ലാപ്ലേസ് ഓഫ് ഹാഫ് ഇൻറ്റു സൈൻ എയുടെ പ്ലേസിൽ ഇത്, ബിയുടെ പ്ലേസിൽ 3t പ്ലസ് 2t പ്ലസ് സൈൻ 3t മൈനസ് 2t at s is equal to s minus. ഹാഫ് പുറത്തെടുക്കാം. ലാപ്ലേസ് ഓഫ് എന്തുവാണ്? സൈൻ എന്തെന്ന് വരും? 3 plus 2 5t പ്ലസ് ലാപ്ലേസ് ഓഫ് സൈൻ 3t minus t വരും t. s equal to s minus. ഹാഫ് ഇൻറ്റു സൈൻ 80 ആണെങ്കിൽ a ബൈ എന്ന ഫോമാണ്. 5 ബൈ എന്തുവാണ്? s സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന ഫോമാണ്. 5 സ്ക്വയർ പ്ലസ് സൈൻ t ആണെങ്കിലോ 1 ബൈ s സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വെച്ച് s ഈക്വൽ ടു എന്നത് കോമൺ കൊടുക്കണം? s മൈനസ് a കോമൺലി കൊടുക്കണം. ഫൈനലി അപ്പോ ആൻസർ വരുന്നത് ഹാഫ് ഇൻറ്റു 5 ബൈ എസ് വരുന്നിടത്ത് എന്ത് കൊടുക്കുക? എസ് മൈനസ് എ. എവിടെ എന്തുവാണ്? -1. അപ്പൊ എന്തുവാ? എസ് പ്ലസ് 1 കൊടുക്കും. എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 25 പ്ലസ് എന്തുവാണ്? 1 ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1. ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. ഫൈനലി ഇങ്ങനെ എത്താം. നെക്സ്റ്റ് നിമാസിന്റെ ക്വസ്റ്റ്യൻ ഫോറിയർ സീരീസിലാണ്. ഡിറ്റർമിൻ ദ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. സൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് എക്സ് ഈക്വൽ ടു 3x 0 ലെസ് ദാൻ x ലെസ് ദാൻ 6. ഫോറിയർ സൈൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർമുല √2/π 0 to infinity fx sin lambda x dx എന്നാണ് ഫോർമുല. നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാം. √2/π 0 to infinity അല്ലാതെ കൃത്യമായിട്ട് റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. 0 to 6. fx എന്തുവാണ്? 3x sin lambda x dx. ഓക്കെ, ഇത് ഇന്റഗ്രേഷൻ ബൈ പാർട്സിലാണ് നമ്മൾ ചെയ്യുന്നത്. 2/π കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക. ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് സൈൻ ലാംഡ എക്സ് എന്നത് മൈനസ് കോസ് ലാംഡ എക്സ് ബൈ ലാംഡ. ഈ മൈനസ് ആണ് പറയുന്നത്. ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് 3x ഡെറിവേറ്റീവ് 3. സെക്കൻഡിന്റെ ഇന്റഗ്രേഷൻ മൈനസ് അതുപോലെ എഴുതുക. കോസിന്റെ സൈൻ ലാംഡ എക്സ് ബൈ ലാംഡ ഇൻറ്റു ലാംഡ ലാംഡ സ്ക്വയർ. നെക്സ്റ്റ് ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ 0 ആണ്. അപ്പോൾ നമുക്കിവിടെ 0 to 6 √2/π എക്സിന് അപ്പം 6 3 to 6 18 മൈനസ് കോസ് ലാംഡ എക്സ് അപ്പൊ 6 ലാംഡ ബൈ ലാംഡ മൈനസ് മൈനസ് പ്ലസ് 3 സൈൻ 6 ലാംഡ ബൈ ലാംഡ സ്ക്വയർ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോ എക്സിന് ഇവിടെ 0 കൊടുത്തിട്ട് ഈ ടേംസ് 0, സൈനിന് ഇവിടെ കൊടുക്കുമ്പോൾ 0 ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് കിട്ടേണ്ട കാര്യം. ഫൈനലി ബാക്കി വരുന്നത് √2/π മൈനസ് 18 കോസ് 6 ലാംഡ ബൈ ലാംഡ പ്ലസ് 3 സൈൻ
6 lambda by lambda square. LCM ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് നിർത്താം. LCM എടുത്ത് കഴിയുമ്പോൾ പിന്നെയും കോംപ്ലിക്കേറ്റ് LCM ആണ് ഇങ്ങനെ എടുക്കാം. അപ്പൊ നമുക്ക് 5 മോഡ്യൂളിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് 7 മാർക്സിന്റെ 3 മാർക്സിന്റെയും അത്യാവശ്യം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിപ്പറ്റീഷൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇതെല്ലാം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.